കോഴിക്കോട് നഗരത്തിലെ അനധികൃത ടാക്സി സർവീസിനെതിരെ പോലീസ് നടപടിയെടുക്കുന്നില്ലെന്ന ആക്ഷേപം. പോലീസ് ഒത്താശയോടെ പലരും സർവീസ് നടത്തുകയാണെന്നും പ്രതികാര നടപടിയാണോ എന്നും പിഴയടയ്ക്കുകയാണെന്ന് ആരോപിച്ച് ഓട്ടോറിക്ഷ തൊഴിലാളികൾ രംഗത്തെത്തി. പോലീസ് നടപടി തുടർന്നാൽ പ്രത്യക്ഷ സമരത്തിന് ഇറങ്ങാനൊരുങ്ങുകയാണ് CITU തൊഴിലാളികൾ. കോഴിക്കോട്ടെ ഓട്ടോറിക്ഷ തൊഴിലാളികളാണ് പോലീസ് നടപടിക്കെതിരെ രംഗത്ത് വരുന്നത്. റെയിൽവേ സ്റ്റേഷൻ പരിസരത്തുൾപ്പെടെ അനധികൃത സർവീസ് നടത്തുന്നവരെ തടയാൻ പോലീസ് തയ്യാറാകുന്നില്ലെന്നാണ് ആക്ഷേപം. പക്ഷേ ഇവിടെ ട്രാഫിക് അതോറിറ്റി എന്നൊരു കമ്മിറ്റി ഉണ്ട്, അത് വിളിച്ചു കൂട്ടുന്നില്ല എന്നുള്ളതാണ് എൻ്റെ സത്യം. മേയറത്തും ഡെപ്യൂട്ടി മേയറത്തൊക്കെ പോകുമ്പോൾ അത് ശരിയാക്കി തന്ന് പറയാനല്ലാതെ ഈ പോലീസും ഉദ്യോഗസ്ഥന്മാരൊക്കെ കൂട്ടിയിട്ടുള്ള ഒരു കമ്മിറ്റിയാണ് ട്രാഫിക് അതോറിറ്റി, അത് വിളിച്ചു കൂട്ടുന്നില്ല. അത് നിരന്തരം വിളിച്ചു കൂട്ടാൻ വേണ്ടി ഞങ്ങൾ ആവശ്യപ്പെട്ടാൽ വിളിച്ചു കൂട്ടുന്നില്ല. വിവിധയിടങ്ങളിൽ പാർക്കിംഗ് സൗകര്യത്തിനായി ഓട്ടോ തൊഴിലാളി യൂണിയനുകൾ നിവേദനം നൽകിയിട്ടുണ്ടെങ്കിലും തീരുമാനമായിട്ടില്ല. അതിനിടെ അകാരണമായി പോലീസ് പിഴ ഈടാക്കുന്നു എന്നും ആക്ഷേപമുണ്ട്. ഇത് വെറുതെ ചിലപ്പോൾ നമ്മൾ ഒരു വാഹനവും ചില്ലറ കൊടുക്കുകയായിരിക്കും, അല്ലെങ്കിൽ പാസഞ്ചർ കാത്തു നിൽക്കുകയായിരിക്കും. അപ്പോൾ ഷൂട്ട് ചെയ്തെങ്ങാണ്ട് 1000 രൂപ 500 രൂപ ഫൈൻ അടച്ച് വരിക. അത് നിരന്തരം ഒരു തൊഴിലാളിക്ക് ഒരു 4-5 എണ്ണം ഒരു ബ്രേക്ക് എടുക്കുമ്പോൾ ഉണ്ടാവും. പോലീസിന്റെ ഭാഗത്തു നിന്ന് നിലവിലെ സ്ഥിതി തുടർന്നാൽ പണിമുടക്ക് ഉൾപ്പെടെ പ്രത്യക്ഷ സമരപരിപാടികളിലേക്ക് നീങ്ങാനുള്ള തീരുമാനത്തിലാണ് CITU. റിപ്പോർട്ടർ, കോഴിക്കോട്.